ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വെക്ടർ ആൾജിബ്രയിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കെയിലേഴ്സ് എന്താ, വെക്ടേഴ്സ് എന്താ, അതിൻ്റെ ഡിഫറൻസ് എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതിനകത്ത് നമുക്ക് സ്കെയിലേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അവർ ഈക്വൽ വെക്ടേഴ്സ് എന്താ, നെഗറ്റീവ് വെക്ടർ എന്താ, യൂണിറ്റ് വെക്ടർ എന്താ, സീറോ വെക്ടർ എന്താ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്ടേഴ്സിൻ്റെ അഡീഷനാണ്. Okay, let us start vector addition. I am Thulasi. Welcome to the physics channel, fourth dimension. So we are going to addition or composition of vectors. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ അഡീഷൻ ഓർ കോമ്പോസിഷൻ നമ്മൾ പഠിക്കുന്ന 3-4 കേസസ് നമുക്ക് എടുത്ത് പഠിക്കേണ്ടി വരും. അതിനുവേണ്ടി ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ട്രീ ആണ്. ഞാനൊരു റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്യുന്ന മാത്രമേ ഒരു ട്രീ ഉണ്ട്. ഈ ട്രീയോട് കണക്ട് ചെയ്തിട്ട് ഒരു റോപ്പ് ഉണ്ട്. ഈ റോപ്പിലേക്ക് we can see that two persons are exerting force. They are pulling the rope backwards. So the first person is exerting a force F1 in the backward direction, and the second person is also exerting the force F2, another force F2, that is in the backward direction. And you can imagine the force F1 as vector F1 is equal to 10 Newton, and suppose this direction is east, then the force is 10 Newton east, and the value of F2 we can imagine that value as 20 Newton east. Then how can you find out the total value of the forces that exerting on the tree? ഈ ട്രീയിലായിട്ട് മൊത്തം ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അഡീഷൻ വരണം അല്ലേ. ഇവിടെ എത്ര ഫോഴ്സുകളുണ്ട്? F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഫസ്റ്റ് ഫോഴ്സ് ആണ്, F2 സെക്കൻഡ് ഫോഴ്സ് ആണെങ്കിൽ 2 ഫോഴ്സുകൾ ആഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് addition of two vectors. Addition of two vectors. Addition of two vectors. And in the first case you are observing what is the character of these two forces. These forces, vector F1 is in the eastern direction and vector F2 is also in the eastern direction. So the forces are in the same direction. Then how can you add the two forces when two forces are in the same direction? ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. Addition of two vectors when the vectors are in the same direction. Vectors are in the same direction. And the vectors are in the same direction. The method of finding out the resultant of these two vectors, അല്ലെങ്കിൽ sum of the two vectors, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെക്ടർ R ആണ് സം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ F1 പ്ലസ് വെക്ടർ F2. നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ യു ആർ ടേക്കിംഗ് വെക്ടർ R ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഫസ്റ്റ് വെക്ടർ പ്ലസ് മോഡുലസ് ഓഫ് സെക്കൻഡ് വെക്ടർ. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ദെയർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് F1ന്റെ മോഡുലസ് എടുക്കുക, F2ന്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്ന എത്ര? വെക്ടർ ആറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്ടറിൻ്റെ സെക്കൻഡ് വെക്ടറിൻ്റെ മോഡുലസ് ആഡ് ചെയ്യുക. അപ്പോൾ 20 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ. ഇനി റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, അതിൻ്റെ വാല്യൂ മാത്രം പോരാ, നമുക്ക് എന്തുകൊണ്ട് വേണ്ട? ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എടുക്കണ്ടേ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഏതെങ്കിലും ഒന്ന് ഡയറക്ഷൻ, രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വെക്ടർ ഡയറക്ഷൻ എടുക്കാം. അപ്പോൾ F1ന്റെ ഡയറക്ഷനോ F2ന്റെ ഡയറക്ഷനോ ആയിരിക്കും ആർക്കുണ്ടാകുന്നത്? ആറിനുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വെക്ടറാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 30 ന്യൂട്ടൺ വരും. അതിൻ്റെ ഡയറക്ഷനോ ദാറ്റ് ഈസ് ഈസ്റ്റ് ആയിരിക്കും. So that is so what is the rule in connection with addition of two vectors when the vectors are in the same direction? When the two vectors are in the same direction, the magnitude of the resultant or sum is equal to the sum of the magnitude of the two vectors and direction same as that of any one of the given vectors. Next is addition of two vectors when the two vectors are in opposite direction. അപ്പോൾ അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി അഗൈൻ വി ആർ ടേക്കിംഗ് ദ ട്രീ. ആ മരം തന്നെ നമുക്ക് എടുക്കാം അല്ലേ. ഈ ട്രീയെ തന്നെ നമ്മൾ എടുക്കുന്നു. ഈ ട്രീയിലേക്ക് നമ്മൾ കാണുന്ന 2 റോപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് റോപ്പ് ഇങ്ങോട്ടുണ്ട് റൈറ്റിലേക്ക്, ദാറ്റ് മീൻസ് ഇൻ ദി ഈസ്റ്റേൺ ഡയറക്ഷൻ. ആൻഡ് ദെർ ഈസ് അനദർ റോപ്പ് അറ്റാച്ച്ഡ് ഇൻ ദ വെസ്റ്റേൺ ഡയറക്ഷൻ. ഞാൻ 2 ഡയറക്ഷനിലേക്ക് 2 റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പേഴ്സൺ, ഇവിടെ നിന്ന് ഒരാൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്.
ഇയാൾ റൈറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുള്ളിങ് ബാക്ക്, പുറകോട്ട് ഈസ്റ്റിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് വാല്യൂ ഓഫ് ഫോഴ്സ് ഈസ് 20 Newton and the direction is east. In the opposite rope, another person is exerting a force. He is also exerting the force in his backward direction, and suppose that force is 10 Newton, then 10 Newton is in the backward direction. And the first force is taken as vector F1 and second force is vector F2. Here what is the situation? You can see the two forces, the forces are vectors and the two forces are acting in the opposite direction. Correct അല്ലേ? F1 മുന്നോട്ടും F2 പുറകോട്ടും ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പോസിറ്റ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ റിസൾട്ടൻ്റ് R ആണെങ്കിൽ വെക്ടർ R ഈസ് ഈക്വൽ ടു വെക്ടർ F1 പ്ലസ് വെക്ടർ F2. വെക്ടർ ആർ ഈസിക്കൽ വെക്ടർ എഫ്. വെക്ടർ F1 വെക്ടർ F2 ആഡ് ചെയ്താൽ നമുക്ക് റിസൾട്ട് വെക്ടർ R കിട്ടത്തില്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. അപ്പോൾ ആറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് പറയും, ഫസ്റ്റ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക, മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക, മോഡുലസിൻ്റെ സിംബലേ കൊടുത്തേക്കുന്നത് കണ്ടല്ലേ, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് പറഞ്ഞാൽ വലുതോ ചെറുതോ നോക്കണ്ട, അങ്ങ് സബ്ട്രാക്ട് ചെയ്തെടുക്കുക, അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കാം അല്ലേ. ഡയറക്ഷൻ ഏത് കൊടുക്കും എന്നൊരു പ്രശ്നം വരില്ല. ആറിൻ്റെ മോഡുലസ് നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലേ. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ കൊടുക്കും? ഇതിൻ്റെ വലിയ വെക്ടർ ഏതാണെന്ന് നോക്കുക, മാഗ്നിറ്റ്യൂഡ് കൂടിയ വെക്ടർ 20 Newton അല്ലേ വലിയ വെക്ടർ അല്ലേ. ആ ഡയറക്ഷൻ ഈസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്തൊന്ന് 10 Newton വെസ്റ്റ് വരുന്നു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവല്ല. അപ്പോൾ ഇതിൻ്റെ റൂൾ അനുസരിച്ച് when the two vectors are in opposite direction, then direction is taken as the direction of the greater vector എന്നാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വെക്ടർ ഏതാണോ അതിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ വലിയ വെക്ടർ 20 Newton ഈസ്റ്റ് ആയതുകൊണ്ട് ഈ ആറിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്ന ഏതായിരിക്കും? ദിസ് ഈസ് ഈസ്റ്റേൺ ഡയറക്ഷൻ എടുക്കുക അല്ലേ. ഈസ്റ്റ്. അപ്പം ആലോചിച്ച് നോക്കിയേ, when two vectors are in opposite direction, the magnitude of the resultant, ഈ റിസൾട്ടൻ്റ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈസ് ഈക്വൽ ടു the difference between the magnitude of the two given vectors and direction is same as that of the greater vector. Next situation is the third situation is the case where you can see, നേരത്തെ എടുത്തപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുത്താല ഇതേപോലെ ട്രീ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇതിലേക്ക് നമ്മൾ ഒരു റോപ്പ് ഇങ്ങനെ കൊടുക്കുന്നു, ഒരു റോപ്പ് ഇങ്ങനെയും കൊടുക്കുന്നു. ഈ റോപ്പിലേക്ക് ഒരാൾ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഇയാൾ കൊടുക്കുകയാണ്, വെക്ടർ F1. ഇവിടെ ഇവിടെ ഒരാളുണ്ട്, ഇയാളൊരു ഫോഴ്സ് ഇതിനെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു. ഇവിടെ ഒരു ആളുണ്ട്, ഇയാളും എന്താ ചെയ്യുന്നത്? ഹീസ് ഓൾസോ എക്സെർട്ടിങ് എ ഫോഴ്സ് in the backward direction along the rope. That is vector F2. ഇവിടെ പ്രത്യേകം പറയുന്നത് സെയിം ഡയറക്ഷനും അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനും അല്ല, but the direction of force vector F1 and F2 makes an angle theta. So here vector F1 is one vector and the vector F2 is second vector, and there is an angle between the two vectors, so the vectors are inclined to each other. ഈ കേസിൽ രണ്ട് വെക്ടേഴ്സുകൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വെക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇൻക്ലൈൻ വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലോ ഉണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞ രണ്ട് ലോ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അഡീഷൻ ഓഫ് ടു വെക്ടേഴ്സ് വെൻ the vectors are inclined to each other, and for that we are first following the method called the triangle of vector addition. ആ മെത്തേഡ് നമ്മൾ ആദ്യം ഫോളോ ചെയ്യുന്നത്. And for example, you are taking two vectors, suppose vector A and vector B, they are inclined to each other. ഇതിനെയാണ് നമ്മൾ അതായത് ആഡ് ചെയ്യാൻ പോകുന്നത്. വെക്ടറയും വെക്ടർ ബി ആഡ് ചെയ്യാൻ പോവുകയാണ് ബൈ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഇത് ശരിക്കും ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഫിഗർ വരച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിനകത്ത് ആദ്യം ചെയ്യുന്നത് ഡ്രോ വെക്ടർ OP. This is vector OP equal and parallel to vector A. വെക്ടർ എക്ക് ഈക്വലും പാരലും ആയിട്ട് നമ്മൾ OP എന്ന് പറഞ്ഞ വെക്ടറിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ OP യുടെ പ്രത്യേകത വെക്ടർ OP represents vector A both in magnitude and direction. അപ്പോൾ നമുക്ക് OP യുടെ താഴെ നമുക്ക് വെക്ടർ എന്ന് കൊടുത്താൽ വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് കിട്ടും. നമുക്ക് വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് ഈ ലൈനിൻ്റെ ലെങ്ത് തരും, അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ആരോ ഹെഡ് തരും.
ദെൻ ഫ്രം ദ ഹെഡ്, ഈ ഭാഗത്ത് നമ്മുടെ ഹെഡ് എന്നല്ലേ പറഞ്ഞ്, ഫ്രം ദ ഹെഡ് ഓഫ് ദ വെക്ടർ ഒ പി അല്ലെങ്കിൽ വെക്ടർ എ, വെക്ടറുടെ അല്ലെങ്കിൽ വെക്ടർ ഒ പിയുടെ ഹെഡിന്റെ ഭാഗത്തുനിന്ന് ഡ്രോ വെക്ടർ പി ക്യു. വെക്ടർ പി ക്യു ഈക്വൽ ആൻഡ് പാരലൽ ടു വെക്ടർ ബി. ഇതിൻ്റെ ആ ഒരു സ്ലാൻഡ് നോക്കിയാൽ, ചരിവ് നോക്കിയാൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. ഇതിൻ്റെ അത് പാരലായിട്ടും അതുപോലെ തന്നെ ഈക്വലായിട്ടും വെക്ടർ പി ക്യു നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പി ക്യു റെപ്രസെൻറ്റ്സ് വാട്ട്? വെക്ടർ പി ക്യു റെപ്രസെൻറ്റ്സ് വെക്ടർ ബി ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ബിയുടെ പി ക്യുവിൻ്റെ ലെങ്ത് എപ്പോഴും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും അതിൽ കിടക്കുന്ന ആരോ ഹെഡ് തരുന്നത് ഗീസ് ആ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ എ ലൈൻ ജോയിനിങ് O to Q, ഈ ഫസ്റ്റ് വെക്ടറിൻ്റെ ടെയിലിൽ നിന്ന് നമ്മൾ സെക്കൻഡ് വെക്ടറിൻ്റെ ഹെഡിലേക്ക് വരയ്ക്കുന്ന ഒരു വെക്ടർ അല്ലെങ്കിൽ ഒരു ലൈൻ, ഒരു ആരോ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് അല്ലേ. ദാറ്റ് റെപ്രസെൻറ്റ്സ് വെക്ടർ ആർ. അപ്പോൾ നമ്മൾ വെക്ടർ ആർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഇൻക്ലൈൻ വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ആർ എന്നല്ലേ കിട്ടുക. അപ്പോൾ ഈ വെക്ടർ ആറിനെ വിളിക്കുന്നത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ സം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് വിളിക്കാം അല്ലേ. ഈ റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അതായത് വെക്ടർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വി ആർ ഫോളോയിങ് ദ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. അതിന് ചെയ്തേക്കുന്നത് എന്താ, നമുക്ക് ആഡ് ചെയ്യേണ്ട വെക്ടേഴ്സിനെ ആഡ് ചെയ്യണം. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് റെപ്രസെന്റ്, ഈ സൈഡിനെ വിളിക്കുന്നത് സെയിം ഓർഡർ എന്നാണ്. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ അതായത് ഓയിൽ നിന്ന് പിയിലേക്ക് വരയ്ക്കുന്ന ലൈൻ അല്ല, ഒ പി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഹെഡ് ഇതല്ലേ, അതാണ് വെക്ടർ എ വന്നിരിക്കുന്നത്. ഇതിന്റെ ഹെഡിലാണ് രണ്ടാമത്തെ വെക്ടർ ടെയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും അത് ഓർഡറിൽ എടുത്തിരിക്കുന്ന സൈഡുകളാണ്. ഒരു ട്രയാങ്കിളിന്റെ ഓർഡർ എടുത്തേക്കുന്ന സൈഡ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. സൈഡ് അല്ലെങ്കിൽ ഓർഡർ എടുക്കുന്ന ഒ പി ആൻഡ് പി ക്യു നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ട് ഈ വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടേക്കൺ ദ റിവേഴ്സ് ഓർഡർ വരും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓർഡർ. ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഹെഡിൽ നല്ല ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഇതിൽ ഈ ആറിൻ്റെ ഹെഡും ഇതിൻ്റെ ഹെഡും കോയിൻസൈഡ് ചെയ്യുന്നു, ഇതിൻ്റെ ടെയിലും ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് എന്ത് വരും? ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെക്ടർ ആർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കും? ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് in magnitude and direction by the two sides of a triangle taken in the same order, then the third side completing the triangle taken the reverse order gives their vector sum, that is vector r, both in magnitude and direction. Next we are going to addition of two vectors when vectors are inclined to each other, that is by the parallelogram law of vector addition. നമ്മൾ നേരത്തെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചത്. അതുപോലെ തന്നെ ഈ രണ്ട് വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ദ സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത്, സപ്പോസ് യു ആർ ഗിവൺ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ദേ ആർ ആക്ടിങ് അലോങ് ദീസ് ഡയറക്ഷൻസ് ആൻഡ് ദേ ആർ മേക്കിംഗ് സർട്ടൻ ആംഗിൾ ബിറ്റ്വീൻ ദം സോ ദാറ്റ് ദേ ആർ ഇൻക്ലൈൻഡ്. ശരിയല്ലേ? ഈ രണ്ട് വെക്ടേഴ്സ് വെക്ടർ എ വെക്ടർ ബി കിട്ടില്ലേ, അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? റിസൾട്ടൻ്റ് എടുക്കുന്നത് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ അതിലെ വെക്ടർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഫോളോ ചെയ്യും? വി ആർ ഫോളോയിങ് ദ പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡീഷൻ. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഡ്രോ വെക്ടർ ഒ പി ഈക്വൽ ആൻഡ് പാരലൽ ടു എ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒ പി എന്ന് പറഞ്ഞ വെക്ടറിന് വെക്ടറുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തരാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഒ പി റെപ്രസെൻറ്റ്സ് വെക്ടർ ഒ പി represents vector A both in magnitude and direction. Then from the tail of the vector OP, അതിൻ്റെ ഇവിടെ അല്ലേ tail വരുന്നല്ലേ, draw OQ equal and parallel to vector B. വെക്ടർ ബിയുടെ ആ ചരിവ് നോക്കിയിട്ട് അതിനെ പാരലായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനെ പാരലായിട്ട് OQ വരച്ചു കഴിഞ്ഞാൽ വെക്ടർ ബി എ റെപ്രസെന്റ് ചെയ്യുന്ന ഒ ക്യു ആയിരിക്കും ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഈ പാണ്ഡുത്തിൻ്റെ നിയർ ബൈ സൈഡ്സ് ആണ്, ഒന്ന് ഒ പി മറ്റൊന്ന് ഒ ക്യു. ദ റെപ്രസെന്റ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് വെക്ടേഴ്സ് ഈ രണ്ട് സൈഡുകളിലാണ് ഇപ്പോൾ പാരലലോഗ്രാം നിൽക്കുന്നത്. ദെൻ വി ആർ കംപ്ലീറ്റിംഗ് ദ പാരലലോഗ്രാം. ഇങ്ങനെ പാരലലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ ഡയഗണൽ ഫ്രം ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് these two vectors. ഈ വെക്ടേഴ്സ് അതിൻ്റെ ടെയിലുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ചെയ്യുന്ന ഒരു ഡയഗണൽ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ
that is OS. Then OS represents what? Vector R both in magnitude and direction. So what is the statement given for Pantograph vector addition? Pantograph vector addition അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? If two vectors are represented both in magnitude direction by the two neighboring sides of a parallelogram or adjacent sides of a parallelogram, the diagonal starting from the meeting point of the two vectors gives the resultant both in magnitude and direction. Next is analytical method of vector addition by following the parallelogram law. Analytical method ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്കൽ ഫോർമുല ഡെറൈവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ method called analytical method. And following the analytical method, we can consider two vectors, vector A and vector B, inclined to each other. രണ്ട് വെക്ടേഴ്സ് ഇവിടെ ഇൻക്ലൈൻഡ് ആണ് എ അല്ലേ. അപ്പോൾ പാൻഡോഗ്രാമിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വെക്ടർ എ റെപ്രസെൻറ്റ്സ് ബൈ ഒ പി, വെക്ടർ ഒ പി ഓഫ് ദ പാൻഡോഗ്രാം. പിന്നെ അതുപോലെ തന്നെ വെക്ടർ ബി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പാൻഡോഗ്രത്തിൻ്റെ സെക്കൻഡ് നിയർ ബൈ സൈഡ് ആണ്, ദറ്റ് ഈസ് വെക്ടർ ബി. സോ ഒ പി റെപ്രസെൻറ്റ്സ് വെക്ടർ എ ആൻഡ് ഒ ക്യു റെപ്രസെൻറ്റ്സ് വെക്ടർ ബി. ഒ പി ആൻഡ് ഒ ക്യു ആർ ദ ടു സൈഡ്സ് ഓഫ് ദ പാൻഡോഗ്രാം. ദെൻ അക്കോർഡിംഗ് ടു പാൻഡോഗ്രാം ലോ യു ക്യാൻ സീ ദ റിസൾട്ടന്റ് ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് വെക്ടർ ആൻഡ് വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ എയും വെക്ടർ ബിയോട് നമ്മൾ ആഡ് ചെയ്താൽ വെക്ടർ ആർ കിട്ടത്തില്ല. റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ എപ്പോഴും ആര് തരുമെന്ന് പറഞ്ഞ ഡയഗണൽ. അപ്പോൾ ഒ എസ് എന്ന് പറയുന്ന ഡയഗണൽ ദാറ്റ് ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെക്ടർ ആർ. ഇത് വെച്ച് നമ്മൾ ആദ്യം വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ ആറും വെച്ച് നമ്മൾ പാൻഡോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒ പി എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഡ്രോ എ ലൈൻ എസ് എൻ പെർപെൻഡിക്കുലർ ടു ദ ഒ പി എക്സ്റ്റെൻഡ്. ഒ പി എന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിന് പെർപെൻഡിക്കുലർ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് എ റൈറ്റ് ട്രയാങ്കിൾ. അതുപോലെ തന്നെ ആംഗിൾ നോക്കുകയാണെങ്കിൽ വെക്ടറയും വെക്ടർ ബി ആയിട്ടുള്ള ആംഗിൾ എത്ര വരുന്നത്? തീറ്റ. അതുകൊണ്ട് നമ്മൾ കാണിച്ചു വെക്ടർ എ വെക്ടർ ബി തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഹിയർ ഒ ക്യു ഇസ് പാരലൽ ടു പി എസ്. കണ്ടല്ലേ, ഒ ക്യുവിന് പാരലൽ പി എസ് ആയതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ വെക്ടർ ബി ആയിരിക്കും. ഇത് വെക്ടർ എയുടെ ഡയറക്ഷൻ അല്ല, അപ്പം ഈ ആംഗിൾ തന്നെ ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഇനി അതുപോലെ തന്നെ എയുടെ ഡയറക്ഷൻ, വെക്ടർ എയുടെ ഡയറക്ഷനിൽ നിന്ന് ആറിൻ്റെ ആംഗിളാണ് നമ്മൾ ഫൈ എന്നെടുക്കുക. അപ്പോൾ ഡയറക്ഷനെ കാണിക്കാൻ ഈ ആംഗിൾ മതി. എയുടെ ഡയറക്ഷനിൽ നിന്ന് റിസൾട്ടന്റ് വെക്ടർ എത്ര മാറിപ്പോകുന്നു എന്ന് കാണിക്കാൻ ഈ ആംഗിൾ വേണം. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ആംഗിൾ ഫൈ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ട് ഈ ഫിഗർ ബേസ്ഡ് ആയിട്ടാണ് വി ആർ ആക്ച്വലി ഫോളോയിങ് ദ അനലിറ്റിക്കൽ മെത്തേഡ്. ഇൻ ട്രയാംഗിൾ ഒ എൻ എസ് we can apply the Pythagoras theorem in which OS is a hypotenuse. ONS കണ്ടല്ലോ, ഒ എൻ എസ് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. കണ്ടില്ലേ, ഈ ട്രയാങ്കിളിനകത്ത് OS ഹൈപ്പോണൂസ് അല്ലേ. സോ ഹൈപ്പോണൂസ് സ്ക്വയർഡ് OS സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ON സ്ക്വയർഡ് പ്ലസ് ദറ്റ് ഈസ് എ ബേസ് പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ഈസ് NS ആയിരിക്കും. അപ്പം NS സ്ക്വയർഡ് എന്ന് എടുക്കാം. ON സ്ക്വയർഡ് പ്ലസ് NS സ്ക്വയർഡ് ആൻഡ് we can write OS squared is equal to ON എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, OP plus PN എന്ന് എടുക്കാം. So the value is OP plus PN the whole squared plus NS squared. And on expansion we can write this value as OP squared first time squared plus 2 into first time into second time OP into PN plus last time squared plus NS squared. But you know PN is actually the base of this triangle. ഈ triangle base ആണ് PN എന്ന് പറയുന്നത് PN. പിന്നെ NS പറയുന്നതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരും. അപ്പോൾ നമുക്ക് PN സ്ക്വയർഡ് പ്ലസ് NS സ്ക്വയർഡ് എടുത്താൽ കിട്ടുന്ന ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. നോക്കി ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ചെറിയ ട്രയാങ്കിളിനകത്ത് കണ്ടില്ലേ, ട്രയാങ്കിളിൻ്റെ പേരെന്താ? ഈ ട്രയാങ്കിൾ PNS. ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് PS സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഈ കുഞ്ഞ് ട്രയാങ്കിൾ എടുക്കണം, അത് റൈറ്റ് ആംഗിളിലാണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ PS സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു PN സ്ക്വയർഡ് പ്ലസ് NS സ്ക്വയർഡ്. ഇവിടെ നമുക്ക് അങ്ങനെ ടൈം കിട്ടില്ല. PN സ്ക്വയർഡ് പ്ലസ് NS സ്ക്വയർഡ് എന്ന് ഈ എക്സ്പാൻഷനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ PN സ്ക്വയർഡ് പ്ലസ് NS സ്ക്വയറിന് പകരം നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? വി കൻ റൈറ്റ് ദ വാല്യൂ PS സ്ക്വയർഡ് ആയിരിക്കും. സോ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു OP സ്ക്വയർഡ് പ്ലസ് 2 into OP into PN plus PS squared.
ഇതിനകത്ത് എല്ലാത്തിൻ്റെ വാല്യൂസ് നമുക്കറിയാം അല്ലേ. ഒ പി എന്ന് പറയുന്നതായിരിക്കും ഒ പി ഇസ് ഗിവൺ ബൈ, ഒ പി എന്ന് പറഞ്ഞാൽ ലൈൻ്റെ ലെങ്ത് അല്ലേ, ലെങ്ത് ഈസ് ദ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പോൾ ഒ പി ഇസ് ഇക്വൽ ടു എ നമുക്ക് കൊടുക്കാം, ഒ പി ഇസ് ഇക്വൽ ടു എ. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് കൊടുക്കാം. ദെൻ അടുത്ത പി എസ് നമ്മൾ നോക്കി, പി എസ് എഴുതിയിരിക്കുന്ന വെക്ടർ ബി എന്നല്ലേ. അപ്പോൾ പി എസ് വെക്ടർ ബി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായും പി എസ് പറഞ്ഞ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് ബിയുടെ മോഡുലസ് തരും. അപ്പോൾ നമുക്ക് പി എസ് ക്യാൻ ബി ടേക്കൺ ആസ് ഈക്വൽ ടു ബി. ഇവിടെ ഒക്കെ പി എസ് കോഡ് കിടപ്പില്ല, അവിടെ ബി എന്ന് കൊടുക്കാം. ദെൻ നമുക്കിപ്പം ഇതിനകത്ത് ഒ പി ഉണ്ട്, ഇവിടെ ഒരു ഒ പി ഉണ്ട്, ഇവിടെ പി എസ് ഉണ്ട്. നമുക്കിനി പി എൻ കൂടെ മതി അല്ലേ. പി എൻ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കി, ഈ ട്രയാങ്കിളിനകത്ത് പി എൻ വരുന്നത്. അപ്പോൾ നമുക്കിനി എടുക്കാൻ പറ്റുന്ന ഇൻ ട്രയാങ്കിൾ പി എൻ എസ്, നേരത്തെ എടുത്ത പോലെ തന്നെ പി എൻ എസ്. ഈ പി എൻ എന്ന് പറഞ്ഞ സൈഡ് നമുക്കിവിടെ പി എൻ അൺനോൺ ആണ്, നമുക്ക് അറിയില്ല ഈ വാല്യൂ അല്ലേ. അത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താ, ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് സൈഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് സൈഡ് നമുക്ക് ന്യൂമറേറ്റർ വരണമെങ്കിൽ കോസ് തീറ്റ എടുക്കാം അല്ലേ. സോ കോസ് ഓഫ് തീറ്റ, ഈ ട്രയാങ്കിളിനകത്ത് കോസ് തീറ്റ എടുത്താൽ അഡ്ജസ്റ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോണസ് സൈഡ്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് പി എൻ ഡിവൈഡ് ബൈ പി എസ് എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ പി എൻ ഡിവൈഡ് ബൈ പി എസിൻ്റെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത് ബി എന്നല്ലേ. സോ ബി. Then what is Pn, then Pn is equal to B cos theta. So നമുക്ക് Pn പ്ലേസിൽ കൊടുക്കുന്ന വാല്യൂ എത്ര, Pn is equal to capital B into cos theta. And we can give this value set. What is OS then? OS എന്ന് പറയുന്നത് എന്താ, OS എന്ന് പറഞ്ഞ ലൈനാണ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. ഇത് റെപ്രസെന്റ്സ് വെക്ടർ ആർ. OS എന്ന് പറഞ്ഞ ലൈനിന്റെ ലെങ്ത് എന്ത്, that is the modulus of vector r. So OS is equal to ആ സിമ്പിൾ ബോളത്തെ മാറ്റിയിട്ട് r എന്ന് കൊടുത്താൽ മതി. OS is equal to capital R. And you can use these values in this equation so that ഇവിടെ OS കോഡ് എന്നല്ലേ. അപ്പോൾ നമുക്ക് OSന്റെ സ്ഥാനത്ത് R കൊടുത്താൽ R squared is equal to what is the OP? OP is equal to A. So A squared plus 2 into OPA. Then PN. PN is a B cos theta. B cos theta plus PS squared. PS is B. So this is B squared. Then R squared is equal to, first you are writing A squared plus writing this one, so B squared, and the last one 2AB cos theta. So what is equal to R? R is equal to root of A squared plus B squared plus 2AB cos theta. This is actually the magnitude of vector R. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചെങ്കിൽ ഇതാണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡയറക്ഷൻ ഓഫ് വെക്ടർ. Direction of vector R. And for finding out the direction of vector R, we are taking the triangle ONS. In triangle ONS, ഇതിനകത്ത് ONS എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടില്ലേ, ONS എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ ഇൻക്ലിനേഷൻ ആണ്, അതിനകത്ത് വരുന്ന ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് നമ്മൾ ടാൻ ഫൈ എടുക്കാം, ടാൻ ഫൈ. ഈ ട്രയാങ്കിൾ ടാൻ ഫൈ എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഈ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ ഓപ്പോസിറ്റ് വരുന്ന ട്രയാങ്കിളിനകത്ത് NS ആയിരിക്കും. അഡ്ജസന്റ് സൈഡ് വരുന്ന OP പ്ലസ് എന്തായിരിക്കും, ദറ്റ് ഈസ് ON. OP പ്ലസ് നമുക്ക് അത് പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം, NS ബൈ ON, ദറ്റ് ഈസ് ഈക്വൽ ടു NS ഡിവൈഡ് ബൈ OP പ്ലസ് PN. NS divided by OP plus PN. But you know the value of PN as B cos theta. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്, PN is equal to B cos theta. OP എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇതല്ല, അത് വെക്ടറുടെ മോഡുലസ് ആയിരിക്കും, അത് നമുക്കറിയാം. നമുക്ക് ആവശ്യം NS അല്ലേ. NS കണ്ടുപിടിക്കാൻ യു ആർ ടേക്കിംഗ് ദിസ് ട്രയാങ്കിൾ, ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് ഇൻ ട്രയാങ്കിൾ PNS എന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്ത് NS പറയുന്ന ഓപ്പോസിറ്റ് ആയതുകൊണ്ട് സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോണസ്. ഹൈപ്പോണസ് ഈസ് PS ഈക്വൽ ടു NS ഡിവൈഡ് ബൈ PS റെപ്രസെന്റ്സ് വാട്ട് വെക്ടർ B. അതിൻ്റെ മോഡുലസിനെ കാണിക്കും. അപ്പോൾ താഴെ നമുക്ക് B എന്ന് കൊടുക്കാം. സോ NS ഈസ് ഈക്വൽ ടു B സൈൻ തീറ്റ. കറക്റ്റ് അല്ലേ? എല്ലാ വാല്യൂസും ആയല്ലോ. സോ ദ വാല്യൂ ഓഫ് ടാൻ ഫൈ ഈസ് ഈക്വൽ ടു NS is B sin theta. So B sin theta divided by OPA. A plus PN is B cos theta. B cos theta. And using this formula, we can find out the value of tan phi. Thereafter, we can calculate the value of phi. And phi gives the direction of R with respect to vector A. ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് മോർ ദാൻ 2 വെക്ടേഴ്സ് വന്നാൽ എങ്ങനെ ആഡ് ചെയ്യാം, അതാണ് അഡീഷൻ ഓഫ്
more than 2 vectors, and for that we are following the polygon law of vector addition. അങ്ങനെ polygon method എന്ന് പറഞ്ഞ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഫിഗറിനകത്ത് we can consider the vectors vector A, vector B, vector C and vector D are acting along different directions. ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് വെക്ടർ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് വെക്ടർ R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആ സം ഓഫ് വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C പ്ലസ് വെക്ടർ D. ഇതാണ് നമുക്ക് വെക്ടർ ആർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുകയാണ് ബൈ ദ മെത്തേഡ് കോഡ് പോളിഗൺ മെത്തേഡ്. അത് നമ്മൾ ചെയ്യുന്നു. ഇതിനകത്ത് ആദ്യം ചെയ്യുന്നേ, അതായത് നമുക്ക് തന്ന വെക്ടർ വെക്ടർ എ ഇല്ലേ, സോ യു ആർ ഡ്രോയിങ് വെക്ടർ ഒ പി ഈക്വൽ ആൻഡ് പാരലൽ ടു വെക്ടർ എ. ഇതാണ് ആദ്യം ചെയ്യുന്നത്. വെക്ടർ എക്ക് ഈക്വലും പാരലുമായിട്ട് നമ്മൾ ഈ വെക്ടർ ഇല്ല ഈക്വലും പാരലിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈക്വലും പാരലുമായിട്ട് ആരെ വരയ്ക്കണം? പോളിഗണിൻ്റെ ഒരു സൈഡ് എടുക്കണം, അത് ഒ പി ആണ്. Then from the head of the vector OP draw PQ, vector PQ equal and parallel to vector B. Then from the head of the vector B അല്ലെങ്കിൽ PQ എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഹെഡിൽ നിന്ന് we are drawing the vector QR equal and parallel to vector C. അതിനുശേഷം സിയുടെ ഹെഡിൽ നിന്ന് യു ആർ ഡ്രോയിങ് വെക്ടർ ആർ എസ് ഈക്വൽ ആൻഡ് പാരലൽ ടു വെക്ടർ ഡി എന്ന് വരയ്ക്കാം. അപ്പോൾ ഈ പോളിഗണിൻ്റെ കുറേ സൈഡ്സ് ഉള്ള ഒരു ഷേപ്പ് അല്ലേ വന്നത്, അതാണ് പോളിഗൺ. ആ പോളിഗണിൻ്റെ ഒ പി എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് റെപ്രസെൻറ്റ് ഈ വെക്ടറെ റെപ്രസെൻറ്റ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ തരുന്ന പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ ആയിരിക്കും. അതുപോലെ ക്യു ആർ എന്ന് പറയുന്ന ഈ വെക്ടർ എന്ത് വരും? ദാറ്റ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഓഫ് വെക്ടർ സി ആൻഡ് സിമിലർലി ആർ എസ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെക്ടർ ഡി. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് അല്ലേ. ഇതെല്ലാം ചെയ്തേക്കുന്ന ഓർഡറിലാണ്. ഓർഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് വരുന്ന ഭാഗത്ത് രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിൽ വരികയില്ല. അപ്പോൾ അങ്ങനെ വരച്ച് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന ഓർഡറാണ്. അപ്പോൾ ഒരു പോളിഗണിൻ്റെ ഓർഡറിൽ എടുക്കുന്ന സൈഡ് കൊണ്ട് ആര് റെപ്രസെൻറ്റ് ചെയ്യും? നമുക്ക് തന്ന വെക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ദ ലാസ്റ്റ് സൈഡ് കംപ്ലീറ്റിംഗ് ദ പോളിഗൺ അതേതാ വരുന്നത്? ഈ ഫിഗറിനകത്ത് ഒ എസ്. അത് ഞാൻ ഇന്ന് ബ്രേക്ക് ലൈൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ. ഒ എസ് നമ്മൾ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ? ആ ഒ എസ് പറയുന്ന ലാസ്റ്റ് സൈഡ് കംപ്ലീറ്റിംഗ് ദ പോളിഗൺ ഗീവ്സ് ദെയർ വെക്ടർ സം. വെക്ടർ ആറിനകത്ത് കണ്ടോ? അതെങ്ങനെ എടുക്കുന്നത്? ടേക്ക് കണ്ട് റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹെഡ് തന്നെ ഇവിടെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഹെഡ് ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് റിവേഴ്സ് ഓർഡർ. മറ്റേ ഹെഡ് വരുന്നിടത്ത് ടെയിൽ വന്നെങ്കിൽ തന്നെ സെയിം ഓർഡർ ആകുള്ളൂ. ഇത് പക്ഷേ ഓപ്പോസിറ്റ് ഓർഡറാണ്. അപ്പം ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തേക്കുന്ന ലാസ്റ്റ് സൈഡ് ഓഫ് ദ പോളിഗൺ ഗീവ്സ് ദ റിസൾട്ട്. ഡിവൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തരുന്ന എപ്പോഴും ആരായിരിക്കും? ദാറ്റ് ഈസ് ബൈ ഒ എസ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇഫ് മോർ ദാൻ 2 vectors are represented both in magnitude and direction by the sides of a polygon taken in order, the last side completing the polygon taken in the opposite order or reverse order gives their vector sum both in magnitude and direction. We are stopping the class today. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കേണ്ടത് വെക്ടർ സബ്ട്രാക്ഷൻ എടുക്കാനുണ്ട്, റെസൊല്യൂഷൻ വെക്ടേഴ്സ് അങ്ങനെയുള്ള കുറേ പോർഷൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.